അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയങ്കരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഹിജ്റ വർഷത്തിൻ്റെ അവസാന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാ നാളെ ഇസ്ലാമിക കലണ്ടർ പ്രകാരം നമ്മളൊരു പുതിയ മാസത്തിലേക്ക്, ഒരു പുതിയ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. അൽ മുഹറം എന്നറിയപ്പെടുന്ന വളരെ പരിശുദ്ധമായ, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു മാസത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാ ഈ ഒരു ക്ലാസ്സിലൂടെ മുഹറത്തിൻ്റെ ചില പ്രത്യേകതകൾ, ചില ശ്രേഷ്ഠതകൾ നിങ്ങളെ ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അൽ മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പരിശുദ്ധമാക്കപ്പെട്ടത്, പവിത്രമാക്കപ്പെട്ടത് എന്നൊക്കെയാണ്. മുഹറം, അൽ മുഹറം എന്ന വാക്ക് തന്നെ അറിയിക്കുന്നത് അത് പവിത്രമായ മാസമാണ് എന്നുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അവൻ്റെ അടുക്കലുള്ള രേഖയിൽ മാസങ്ങളെ 12 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറുമുൻ ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള രേഖയിൽ മാസങ്ങൾ 12 അതിൽ 4 പവിത്രമാകുന്നു. അതാകുന്നു യഥാർത്ഥ മതം. ആ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യരുത്. സൂറത്ത് തൗബയിലെ 36 ആയത്താണ്. അഥവാ ഈ 12 മാസങ്ങളിലും നമ്മൾ തിന്മകൾ ചെയ്യരുത് എന്നുള്ളൊരു വ്യാഖ്യാനം. അതുപോലെ തന്നെ ഈ 4 മാസങ്ങളിൽ നിങ്ങൾ അക്രമം ചെയ്യരുത്. അഥവാ ഈ 4 മാസങ്ങളിൽ, ഈ പവിത്രമായ 4 മാസങ്ങളിൽ തിന്മ ചെയ്യുക എന്നുള്ളത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ്. ഖുർആനിൽ ഏതൊക്കെയാണ് ആ പവിത്ര മാസങ്ങളെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹിയായി അറിയിച്ചു കൊടുത്ത് അവിടുന്ന് ഹദീസിലൂടെ ആ കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. നബി പറയുന്നു, അസ്സനത്തു 12 ശഹ്റൻ, ഒരു മാസം എന്ന് പറഞ്ഞാൽ 12 മിൻഹാ 4 ഹുറുമുൻ, അതിൽ 4 പവിത്രമാകുന്നു. 3 മുതവാലിയാത്ത്, 3 തുടർച്ചയായി വരുന്നതാണ്. അഥവാ ദുൽഖഅദ, ദുൽഹിജ്ജ, അൽ മുഹറം. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും. വറജബ് മുദറല്ലദീ ബൈന ജുമാദ വശഅബാൻ, ജുമാദകൾക്കിടയിലും ഷഅബാനിനും ഇടയിലും വരുന്ന
റജബ് മാസം, മുദർ ഗോത്രത്തിൻ്റെ റജബ് മാസം. അഥവാ റബീഅ് ഗോത്രവും മുദർ ഗോത്രവും തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. റബീഅ് ഗോത്രക്കാർ പറഞ്ഞത് റജബ് എന്ന് ഉദ്ദേശിക്കുന്നത് റമദാനാണ്. മുദർ ഗോത്രം പറഞ്ഞ റജബ് സാധാരണ റജബ് മാസം തന്നെയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചിട്ട് പറഞ്ഞു, റജബ് ഗോത്രം പവിത്രത കൽപ്പിക്കുന്ന മുദർ ഗോത്രം പവിത്രത കൽപ്പിക്കുന്ന റജബ് മാസവും എന്നാണ്. അപ്പോൾ 4 പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. അഥവാ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ഈ മാസങ്ങളിൽ തിന്മ ചെയ്യുമ്പോൾ മറ്റു സന്ദർഭത്തിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരും. ഈ മാസങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുവാനും അത് കാരണമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം വ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ അൽ മുഹറമിലെ നോമ്പാകുന്നു എന്നാണ്. അതുപോലെ തന്നെ ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരവുമാകുന്നു എന്നാണ്. ഇവിടെ മുഹറത്തെപ്പറ്റി പറഞ്ഞത് ഷഹറുല്ലാ എന്നാണ്, അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. ചില ഹദീസിലുള്ളത് ഷഹറുല്ലാഹില്ലദീ തദ്ഊനഹു അൽ മുഹറം, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. നമുക്കറിയാം, എല്ലാ മാസങ്ങളും എല്ലാ ദിവസങ്ങളും എല്ലാ സമയവും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. എന്നിട്ടും മുഹറം മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് അതിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മെ അറിയിക്കുന്നത്. സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള പാറക്കുള്ളിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വന്ന ഒട്ടകം, അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞത് നാഖത്തുള്ള എന്നാണ്, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ്. കഅബയെപ്പറ്റി ബൈത്തുള്ള എന്ന് പറയുന്നു, അത് കഅബയുടെ ശ്രേഷ്ഠതയാണ്. ഒരു കാര്യത്തെ അള്ളാഹുവിങ്കലേക്ക് ചേർത്ത് പറയുന്നു എന്നുള്ളത് അതിൻ്റെ ശ്രേഷ്ഠതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ള, നബിയുള്ള, എൻ്റെ അടിമകൾ എന്ന് അള്ളാഹു തൻ്റെ പ്രവാചകന്മാരെ ചേർത്ത് പറയുന്നതൊക്കെ അവർക്കുള്ള ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. മുഹറം മാസത്തെ ഷഹറുള്ള എന്ന് പറഞ്ഞത് തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മെ അറിയിക്കുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് റബീഉൽ അവ്വലിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് അൽ മുഹറം മാസത്തിലാണ്. സഹാബിമാർ ഹിജ്റ പോയി തുടങ്ങിയതും മുഹറം മാസത്തിലാണ് എന്ന് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഹിജ്റയുടെ അടിസ്ഥാനത്തിൽ കലണ്ടർ നിർമ്മിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാളെ മുതൽ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങൾ 12 ഈ കാണുന്ന നമ്മൾ പറയുന്ന അറബി മാസം തന്നെയാണത്, ചന്ദ്ര കലണ്ടറാണത്. ഓരോ മാസത്തിൻ്റെയും പേര് വരെ അള്ളാഹു തആല അറിയിച്ചതാണ്. എന്നാൽ ഏത് വർഷം മുതൽ നമുക്കിനി വർഷം കണക്കാക്കാമെന്നൊരു ചർച്ച ഉണ്ടാവുകയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സഹാബിമാരും മറ്റും ഒരുമിച്ചിരിക്കുകയും ചെയ്തു. അതിനു മുമ്പ് ആ കാലത്ത് നടന്ന ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക കാര്യങ്ങൾ പറയുക. ഇപ്പോൾ ആനക്കലഹം 1ാമത്തെ വർഷം, ആനക്കലഹം 2ാം വർഷം, അങ്ങനെ ഓരോ കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അവർ വർഷം കണക്കാക്കുക. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ചർച്ച ചെയ്തു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഷം ആരംഭിക്കണം. ചിലർ പറഞ്ഞു നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് കണക്കാക്കാം. അവിടെ ചർച്ച ഉണ്ടായിട്ടുണ്ട് അവരെ, പക്ഷേ അവർക്കാർക്കും നബി എന്നാണ് ജനിച്ചത് എന്നതിൽ കൃത്യമായൊരു
അറിവില്ല. കാരണം അന്ന് റസൂലല്ല, ജനിക്കുന്ന സമയത്ത് കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തി വെക്കപ്പെടുന്നില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്, മാസത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അത് വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. പിന്നീട് നുബൂവത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടിയല്ലോ, അതുമായി ബന്ധപ്പെട്ട് അന്ന് മുതലാക്കാമെന്ന ചർച്ച ഉണ്ടായി. അതും ഏത് തീയതിയാണ് നുബൂവത്ത് കിട്ടിയത് എന്ന് അവർക്ക് കൃത്യമായിട്ടൊരു നിശ്ചയമില്ല. കാരണം നുബൂവത്ത് കിട്ടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തി വെക്കുന്നില്ല. പിന്നെ ചിലർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടാക്കാം നമുക്ക്. അങ്ങനെ പല ചർച്ചകളുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ആക്കാമെന്നാണ് അവസാനം അവരെന്ത് ചെയ്തത്, തീരുമാനിച്ചത്. ഹിജ്റ പോയത് റബീഉൽ അവ്വലിനാണ്, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതും റബീഉൽ അവ്വലിനാണ്. അപ്പോൾ അത് വേണ്ട, അത് നമുക്ക് ഓർക്കാൻ കഴിയില്ല, നമുക്കത് വിഷമാവും എന്ന് കരുതി അവർ പിന്നെ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തുകയും ഹജ്ജാണുള്ളൊരു വർഷത്തിൽ ഏറ്റവും അവസാനമായി അവർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹജ്ജ് കഴിഞ്ഞ് നടന്ന് ഫ്രഷ് ആവുമല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയൊരു പുതിയ വർഷം തുടങ്ങുന്നത് മുഹറം കൊണ്ടായിക്കോട്ടെ, എന്നാൽ മുഹറം എന്ന മാസത്തെയാണ് അവർ തിരഞ്ഞെടുത്തത്. അതും മുഹറം മാസത്തിൻ്റെ ഒരു പവിത്രതയാണ് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞത്, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹരിൻ ഹറാം, അല്ലാഹു തആല വർഷത്തെ ആരംഭിച്ചത് പവിത്രമായ ഒരു മാസം കൊണ്ടാണ്. വഖതമഹാ ബിശഹരിൻ ഹറാം, വർഷത്തെ അല്ലാഹു അവസാനിപ്പിക്കുന്നതും പവിത്രമായ ഒരു മാസം കൊണ്ടാണ്. അഥവാ അൽ മുഹറം മാസം കൊണ്ട് വർഷം ആരംഭിക്കുന്നു, ദുൽഹിജ്ജ മാസം കൊണ്ട് വർഷം അവസാനിക്കുകയും ചെയ്യുന്നു എന്നാണ്. ചില പണ്ഡിതന്മാരൊക്കെ, ചില മുഫസ്സിറുകൾ മുൻഗാമികളിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകളിൽ കാണാം, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് അൽ മുഹറം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മുഹറം 10 ജാഹിലിയ കാലത്ത് തന്നെ വലിയ സ്ഥാനം അവർ കൽപ്പിച്ചിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും മറ്റുമൊക്കെ ശരീഅത്ത് അനുസരിച്ച് അവർ അന്ന് നോമ്പനുഷ്ഠിച്ചിരുന്നു. മുഹറം 10 കഅബ പ്രത്യേകമായ വസ്ത്രം കൊണ്ട് മൂടിയിരുന്നു. നമ്മൾ കിസ്വ അണിയെന്നൊക്കെ പറയുമല്ലോ, അതുപോലെ പ്രത്യേകമായ വസ്ത്രം കൊണ്ട് മൂടിയിരുന്നു, അതിനെ അലങ്കരിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വിശ്വാസികൾക്കിത് നിർബന്ധമായ നോമ്പായിരുന്നു. എന്നാൽ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അത് ഐച്ഛികമായ നോമ്പാക്കി മാറ്റുകയാണ് ഉണ്ടായത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ഫറഅൽ യഹൂദ തസൂമു യൗമ ആശുറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരെ കണ്ടു, അവർ ആശുറയിൽ നോമ്പ് നോൽക്കുന്നു, മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നു. ഫഖാല മാ ഹാദ, നബി ചോദിച്ചത് എന്താണ്? ഖാലു, അവർ പറഞ്ഞു, ഹാദ യൗമുൻ സാലിഹുൻ, ഇത് നല്ലൊരു ദിവസമാണ്. ഹാദ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായേലുകാരെ അവരുടെ ശത്രുവിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. ഫസോമഹു മൂസ, അങ്ങനെ അതിന് നന്ദി എന്നോണം മൂസ നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാമിനോട് കടമയുള്ളവൻ ഞാനാണ്. ഫസോമഹു വഅമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് നോൽക്കാൻ വേണ്ടി സ്വഹാബിമാരോട് കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. വേറെ റിപ്പോർട്ടിലുള്ളത്, ഈ ദിവസമാണ് ഫിർഔനെയും അവൻ്റെ ആളുകളെയും അല്ലാഹു തആല മുക്കി നശിപ്പിച്ചത് എന്നാണ്. ഖുർആനിൽ അത് പറയില്ലേ, വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻളുറൂൻ, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കടലിനെ പിളർച്ചുകയും
നിങ്ങൾ നോക്കി നിൽക്കേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേ ഫിർഔനെയും അവൻ്റെ ആളുകളെയും നാം മുക്കി നശിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഫിർഔൻ മൂസ അലൈഹിസ്സലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ബനു ഇസ്രായേലുകാരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ബനു ഇസ്രായേലുകാരായ ആൺമക്കളെ ജനിച്ചപാടെ കൊന്നൊടുക്കിയ ആളായിരുന്നു ആര്? ഫിർഔൻ. അങ്ങനെ എല്ലാ നിലക്കും അഹങ്കാരിയായ ഫിർഔൻ, ഞാനല്ലാത്ത വേറെ റബ്ബുള്ളതായി എനിക്കറിയില്ല, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാൻ അത്യുന്നതനായ റബ്ബാണ്, ഞാനല്ലാത്ത വേറെ ഇലാഹുള്ളതായി എനിക്കറിയില്ല, ഞാനാണ് ഉത്തമൻ, വ്യക്തമായി സംസാരിക്കാൻ പോലും അറിയാത്ത ഈ മൂസയാണ് ഉത്തമൻ എന്നൊക്കെ ചോദിച്ച് അഹങ്കാരം പറഞ്ഞ ആളാണ് ഫിർഔൻ. ദറൂനി അഖ്തുലു മൂസ, ഞാൻ മൂസയെ കൊല്ലട്ടെ, നിങ്ങൾ നിന്ന് വിടി, അവൻ്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ രൂപത്തിൽ പറഞ്ഞ ആളാണ് ആര്? മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച സാഹിർമാർ. അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഫിർഔൻ കൊണ്ടുവന്ന സാഹിർമാരാണ്. ഇന്ത്യയിൽ നിന്നടക്കം വന്നിട്ടുണ്ടെന്നൊക്കെ തഫ്സീറിൽ കാണാൻ കഴിയും. ആ സാഹിർമാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഈന്തപ്പന തടിയിൽ ക്രൂശിക്കും, നിങ്ങളുടെ കൈകാലുകൾ വിപരീതമായി എന്ത് ചെയ്യും, ഛേദിക്കുമെന്നൊക്കെ പറഞ്ഞ അത്രയും വലിയ അഹങ്കാരിയായ ഫിർഔനാണ്. ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം, ഫിർഔന് തോന്നുകയാണ് മൂസ നബിയെ വധിക്കാൻ താൻ തന്നെ എന്ത് ചെയ്യണം. ശരിക്കും ഫിർഔൻ ആരാണ്? രാജാവല്ലേ. ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞു വെച്ചാൽ പോരെ. മൂസ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ആളാണ് ഭൗതികമായി നോക്കുമ്പോൾ. അവിടെ കണ്ണിൽ ഫിർഔൻ്റെ കൊട്ടാരത്തിൽ വളർന്നൊരു കുട്ടി. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേറെ ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ പോരെ. ഏതെങ്കിലും രാജാവുണ്ടോ കൊല്ലാൻ ഇറങ്ങണ്? പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. മൂസാ നബി അലൈഹിസ്സലാം വടികൊണ്ടടിച്ച്, അല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, വിരിബ് അസാക്കൽ ബഹർ, വടികൊണ്ട് നീ സമുദ്രത്തിൽ അടിക്കാമെന്ന് പറഞ്ഞു. ആ സമുദ്രം പിളർന്നു. 12 ഗോത്രത്തിനും പ്രത്യേകമായി പോകാൻ പ്രത്യേകമായ ഉണങ്ങിയ വഴി എന്ത് ചെയ്തു? നമുക്കറിയാം, പെട്ടെന്നാണ് കടലിലെ വെള്ളം വറ്റിയാൽ അല്ലെങ്കിൽ പുഴയിലെ വെള്ളം വറ്റിയാൽ എന്നാലേ കൂടി നടന്നു പോകാൻ കഴിയില്ല, പൂണ്ടുപോകും. പക്ഷെ ഉണങ്ങിയ വഴിയാണ് രൂപപ്പെട്ടത്. ഇത് കണ്ടപ്പോഴെങ്കിലും ഫിർഔൻ നന്നാവണ്ടേ അല്ലേ? അള്ളാഹുവിൻ്റെ നബിയാണ്, കണ്ടില്ല, ദൃഷ്ടാന്തല്ലേ. പക്ഷെ ഫിർഔന് പിന്നെ എന്ത് ചെയ്യാണ്? മൂസ നബി അലൈഹി സ്വലാമിനെ ഫോളോ ചെയ്തു. അങ്ങനെ അവരല്ലാഹു രക്ഷപ്പെടുത്തി. അവർ നോക്കി നിൽക്കുക. അവരുടെ മുമ്പിൽ വെച്ച് ഇവരങ്ങനെ എന്ത് ചെയ്തു? മരണം മുമ്പിലെത്തിയപ്പോൾ, ശിക്ഷ ഒന്നിറങ്ങിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു? അള്ളാഹുൽ വിശ്വസിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവരാന്നൊക്കെ ആരെന്ത് ചെയ്തു? അപ്പോൾ അള്ളാഹു ചോദിച്ചു, അൽ ആൻ, ഇപ്പോഴാണോ? ടൈം കഴിഞ്ഞു, ഇനി എന്തില്ല, ഇതിനു മുമ്പ് നീ ധിക്കാരിയായിരുന്നു എന്ന് ഫിർഔനോട് അള്ളാഹു തആല പറയുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷകരമായൊരു ദിവസമാണ് ഏത്? മുഹറം 10. കാരണം ഫിർഔൻ അന്നാണ് നശിപ്പിച്ചത് എന്ന് യഹൂദികൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്ത് ചെയ്തു? അംഗീകരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പറയുക? അങ്ങനൊന്നുമല്ല എന്നല്ലേ പറയാ. ഇത് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് മുഹറം 10 നെഹ്സാണ്. യഹൂദികൾ അത് പറഞ്ഞപ്പോൾ നബി എന്താ ശരിക്കും പറയേണ്ടത്? ഇവരുടെ വാദപ്രകാരം ഇന്ന് യൗമുൻ സ്വാലിഹ് ഒന്നുമല്ല, ഇന്ന് യൗമുൻ നെഹ്സാണ് എന്ന് പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് കൊന്നത് മുഹറം 10-നാണ്. അതുകൊണ്ട് തന്നെ ഷിയാക്കൾ മുഹറം 10-നെ നെഹ്സായിട്ട് കാണുന്നുണ്ട്. യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി നമുക്ക് കാണാം. മുഹറം 10-ന് ഇറാനിലൊക്കെയുള്ള ഷിയാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇരുമ്പിൻ്റെ ആയുധങ്ങൾ കൊണ്ട്, കത്തി കൊണ്ട്, ചങ്ങല കൊണ്ടൊക്കെ ദേഹത്ത് മുറിവാക്കുന്നു, ദേഹത്തെ അടിക്കുന്നു. ദുഃഖം അവരെന്ത് ചെയ്യുന്നു? ആചരിക്കുന്നു. അവർക്ക് മുഹറം 10 വളരെ മോശമായൊരു ദിവസമായിട്ടാണ് അവരെന്ത് ചെയ്യുക കാണാറുള്ളത്. മുസ്ലിങ്ങൾക്കേറെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ആ വധം. പക്ഷേ ആ ദിവസത്തെ ഒരു മോശ ദിവസമാക്കി കാണുക എന്നുള്ളത് ഇസ്ലാമിലുള്ള കാര്യമല്ല. ഒരു ദിവസം ഇസ്ലാമിൽ മോശമില്ല. ചില ആൾക്കാർ ചൊവ്വല്ലാത്ത ദിവസം എന്നാ പറയുക. പണ്ട് ബാർബർ ഷാപ്പൊന്നും ചൊവ്വാഴ്ച ഉണ്ടാവില്ല. അതിൽ പറയലെന്താ വെച്ചാൽ ചൊവ്വാഴ്ച രക്തം പൊട്ടിയാൽ പിന്നെ രക്തം നിൽക്കില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുക, എത്രയോ ആശുപത്രിയിൽ ചൊവ്വാഴ്ച സർജറി എടുക്കണില്ലേ? ആരെങ്കിലും ചൊവ്വാഴ്ചയാണ് ബ്ലഡ് പൊട്ടിയാൽ നിൽക്കൂല എന്നിട്ട് എന്ത് ചെയ്യാറില്ല? സർജറി മാറ്റി വെക്കാറുണ്ടോ?
അപ്പം അതൊക്കെ വെറും കളവുകളാണ്. ഒരു കാര്യത്തിന് ഒരു ദിവസം അള്ളാഹനെ സൃഷ്ടിയാളോ ആ ദിവസം മോശമാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ വല്ല തെളിവും വേണ്ടേ? തോന്നിയ രൂപത്തിൽ 13-ാം തീയതി മോശമാണ്, അല്ലെങ്കിൽ ഈ മാസത്തിലെ ഇന്ന ദിവസം വലിയൊരു അപകടം വരാനുണ്ട്, ചില ആൾക്കാർ അടുത്ത വർഷം ഇന്നത്തെ ദിവസം ഒരു പ്രയാസം വരാനുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യും? പ്രവചിക്കും. അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പം നമ്മൾ കോവിഡിൻ്റെ ആ സമയത്ത് ഒരാളിങ്ങനെ പ്രവചിച്ചിരുന്നതിന് തൊട്ട് മുമ്പ് 2020 വളരെ നല്ല വർഷമാണ്, വിദേശത്ത് പോകുന്നവർക്കൊക്കെ നല്ല സുഖകരമായ വർഷമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ സംഭവം അല്ല, വിദേശത്തേക്ക് പോകാനും കഴിയുന്നില്ല, സ്കൂളിൽ പോകാനും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഒരാളൊരു സ്വാമി ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്രാവശ്യം തീരെ മഴ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പെരുമഴ, വെള്ളപ്പൊക്കമായിരുന്നു ആ വർഷം. അപ്പോൾ അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു ദിവസത്തെ, ഒരു മാസത്തെ, അങ്ങനെ ഒരു വർഷത്തിലെ ഇന്ന ദിവസങ്ങളെ മോശമാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്ക് ഇല്ല. എന്നാൽ ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. അത് ശരിയാണ്. ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിന്. അതുപോലെ തന്നെ ചില സമയങ്ങൾക്ക് ചില ശ്രേഷ്ഠതയുണ്ട്. ഇപ്പോൾ പ്രഭാത സമയം ബർക്കത്തുള്ള സമയമാണ്. സുബൈക്ക് ശേഷമുള്ള സമയം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ പ്രഭാത സമയത്ത് ഭയങ്കര ബർക്കത്താണ്. അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹു തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന പ്രാർത്ഥന പ്രത്യേകമായി സ്വീകരിക്കുന്ന സമയമാണ്. വെള്ളിയാഴ്ചയും ഒരു പ്രത്യേകമായ സമയമുണ്ട്, ആ സമയത്ത് പെട്ടെന്ന് ദുആ സ്വീകരിക്കുമെന്നാണ്. അറഫ ദിവസം, റമദാൻ മാസം, അല്ലെ ഈ 4 മാസത്തിന് പുറമെ റമദാൻ മാസത്തിന് പ്രത്യേകമായൊരു യുദ്ധനിഷിദ്ധമാണ് എന്ന രൂപത്തിലല്ലാതെ ശ്രേഷ്ഠതയുള്ള മാസമാണിത് റമദാൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ അവസാന 10, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, യൗമുൻ നഹർ ബലിയിറക്കുന്ന ദിവസം, ഇങ്ങനെ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾക്കുള്ള മഹത്വങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ മോശമായ ദിവസം ഇസ്ലാമിൽ ഇല്ല. ഇനിയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു മോശം കാര്യം ചെയ്ത് അയാൾക്ക് മോശമുള്ള ദിവസമാണ് അത്, അത്രേ ഉള്ളൂ. ആ ദിവസത്തിൻ്റെ കുഴപ്പമല്ല, അയാളെ കുഴപ്പമില്ല. ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ കിടന്നുറങ്ങാൻ നേരത്ത് അവൻ്റെ അരികിൽ തലയിൽ പിശാച് 3 കെട്ട് കെട്ടും. ഓരോ കെട്ട് കെട്ടുമ്പോഴും ശൈത്താൻ പറയും, അലൈക ലൈലുൻ ത്വീൽ ഫർഖുദ്, നിനക്ക് മുമ്പിൽ സുദീർഘമായ രാത്രിയുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, ഉറങ്ങിക്കോ എന്ന് പറയും. അതിലൊന്നാമത്തെ കെട്ടഴിയുക അയാൾ എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ്. രണ്ടാമത്തെ എട്ടഴിയുക വുളൂ ചെയ്യുമ്പോഴാണ്. മൂന്നാമത്തെ എട്ടഴിയുക നിസ്കരിക്കുമ്പോഴാണ്. നബി പറയാ, ആ ദിവസം പിന്നെ അയാൾ വലിയ ഉന്മേഷമുള്ള ആളായിട്ടായിരിക്കും പിന്നെ എന്ത് ചെയ്യുക, ജീവിക്കുക. ഇതൊന്നും ചെയ്യാത്തൊരാളാണെങ്കിലോ ആ ദിവസം വളരെ മടിയനും അലസനും ഒക്കെ ആയിട്ടായിരിക്കും അയാൾ എന്ത് ചെയ്യുക, കഴിച്ചു കൂട്ടുക. ഇത് നമ്മൾ അറിയിക്കുന്നത് എന്താ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം പിന്നെ നല്ല കാര്യങ്ങൾ അയാൾ കുറച്ച് ബാക്കിലാവും. കാരണം അയാൾ സുബഹിനും ഇതില്ല, നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നല്ലാതെ ഇന്ന ദിവസം മോശമാണ് എന്ന് പറയാൻ നമുക്കൊരു അവകാശവും. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, അള്ളാഹു ആകുന്നു കാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാലത്തെ മാറ്റിമറിക്കുന്നത് ആരാണ്? അള്ളയാണ്. ഇപ്പം അള്ളാഹുവിനെ സൃഷ്ടിയുള്ള കാലം. ഇപ്പം കാലം മോശം എന്ന് പറഞ്ഞാൽ ആരെ മോശമാക്കുന്ന പോലെയാണ്? അള്ളാഹുവിനെ മോശമാക്കുന്നത് പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നത്. മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞു, പവിത്രമായ മാസത്തെ ആദരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പവിത്രമായ കാര്യമാണ്. പവിത്രമായ മാസങ്ങൾ എന്ന് മാത്രമല്ല, അള്ളാഹ് പവിത്രമാക്കിയതൊക്കെ ആദരിക്കുക. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബിഹി, ആരെങ്കിലും അള്ളാഹു പവിത്രമാക്കിയതിനെ ആദരിച്ചാൽ അത് അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഖൈറായ കാര്യമാകുന്നു. സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്ത്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് തഖ്വയിൽ നിന്നുള്ളതാണ്, ഹൃദയത്തിൻ്റെ
തഖ്വയിൽ നിന്നുള്ളതാകുന്നു എന്നാണ്. ഇനി പവിത്രമായ മുഹറം മാസമോ അല്ലെങ്കിൽ ദുൽഖഅദയോ ദുൽഹിജ്ജയോ റജബോ ഒന്നും പവിത്രത ഇല്ല എന്ന് പറയാൻ പോലും നമുക്ക് പാടില്ല. പിന്നെ എങ്ങനെ നഹ്സാക്കിയിട്ട് മാറ്റാൻ കഴിയും? യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശആഇറല്ലാഹി വലശ്ശഹ്റൽ ഹറാം. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ അനാദരിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, പവിത്രമായ മാസങ്ങളെയും ചെയ്യരുത്, അനാദരിക്കരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കഴിക്കുന്നത് നിർത്തിവെച്ചു. എന്താ കാരണം എന്നറിയോ? ചരിത്രം വിശദീകരിക്കേണ്ടതാണ്, ഞാൻ ചുരുക്കി പറയാം. കാരണം അത്രേ ഉള്ളൂ, തേനിൻ്റെ സ്മെല്ല് ഭാര്യമാർക്ക് ഇഷ്ടമല്ല എന്നതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കഴിച്ച് വന്നപ്പോൾ നിങ്ങൾ മഗാഫിർ കഴിച്ചു എന്ന് ഭാര്യമാർ ചോദിക്കുന്നുണ്ട്. ഒരു പ്ലാൻ ഇട്ടിട്ടാണ് ചോദിക്കുന്നത്. മറ്റൊരു ഭാര്യൻ്റെ വീട്ടിൽ നിന്ന് തേൻ കഴിച്ചപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ തേനിന് ഈ മഗാഫിർ എന്ന് പറഞ്ഞ ദുർഗന്ധമുള്ള സംഗതിയാണ്, കഴിക്കാൻ പറ്റുന്ന ദുർഗന്ധമുള്ള കായാണ്. അപ്പോൾ അത് ഇഷ്ടമല്ല എന്നുള്ള കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ ഞാൻ കഴിക്കൂലെന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹു ആയത്തിറക്കി, യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. ഓ നബിയെ, താങ്കൾക്ക് അള്ളാഹു തആല അനുവദിച്ച് നൽകിയ ഭക്ഷണത്തെ അല്ലെങ്കിൽ അനുവദിച്ച കാര്യങ്ങളെ നിങ്ങൾ എന്തിനാണ് ഹറാമാക്കുന്നത്? തബ്തഗി മർലാത്ത് അസ്വാജിക്, ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ് എന്നാണ്. ഏറ്റവും വിശുദ്ധരായ ആളുകളിൽ നിന്നുള്ള ചെറിയ അബദ്ധം പോലും പെട്ടെന്നെന്ത് ചെയ്യും? തിരുത്തപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേന് ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞത് അത് ഹറാമായിട്ടല്ല. എന്നിട്ട് പോലും ഇങ്ങനെ ആയച്ചിറങ്ങുന്നുണ്ടെങ്കിൽ അള്ളാഹ് പവിത്രമാക്കിയൊരു മാസത്തെ പവിത്രത ഇല്ല എന്ന് പറഞ്ഞാൽ, എന്ന് മാത്രമല്ല പവിത്രത ഇല്ല എന്ന് മാത്രമല്ല പറയണത്, അത് മോശമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി മുഹറം 9 നോമ്പുണ്ട് നമുക്ക് അല്ലേ, 10 മാത്രമല്ല, മുഹറം 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പോയിട്ടില്ലത്. നബി പറയുന്നുണ്ട്, ലയിം ബഖൈതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ എന്ത് ചെയ്യും? നോമ്പ് നോൽക്കും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്യാതിരിക്കണ്ട. കാരണം നബിയുടെ പ്രവൃത്തി മാത്രമല്ല സുന്നത്ത്, പിന്നെ വാക്കും എന്താണ്? സുന്നത്താണ്. നബി പറഞ്ഞ നമ്മൾ അനുസരിക്കണ്ടേ? സ്വഹാബിമാരങ്ങനെ ചെയ്തു, പിറ്റേ വർഷം അവരെന്ത് ചെയ്തു? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറ്റേ വർഷം ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരാൾക്ക് 9 നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10ഉം 11ഉം എന്ത് ചെയ്യുക? നോൽക്കുക. ഇനി 10 മാത്രം നോൽക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ ഏറ്റവും അഫ്ദൽ എന്താണ്? 9ഉം 10ഉം എന്ത് ചെയ്യുക? നോൽക്കുക. അല്ലെങ്കിൽ 10ഉം 11ഉം ജൂതന്മാരിൽ നിന്നും മറ്റും ഭിന്നമാകാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമുള്ള മാസമാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു 13 പോയിൻ്റായിട്ട് ഞാൻ ചുരുക്കി പറയാം. 13 പോയിൻ്റായിട്ട് ചുരുക്കി പറയാം. ഒന്ന്, അൽ മുഹറം എന്ന നാമം തന്നെ അറിയിക്കുന്നത് ഈ മാസത്തിൻ്റെ പവിത്രതയാണ്. അൽ മുഹറം എന്ന് പറഞ്ഞാൽ പവിത്രമായതെന്നാണ് അർത്ഥം. പവിത്രമായ 4 മാസങ്ങളൊരു മാസമാണിത് മുഹറം. ഹറാമിന് 2 അർത്ഥമുണ്ട്. ഹറാമിന് നിഷിദ്ധം എന്ന അർത്ഥമുണ്ട്, പവിത്രമായത് എന്ന അർത്ഥമുണ്ട്. ഇപ്പം മസ്ജിദുൽ ഹറാം എന്താ? പരിശുദ്ധമായ പള്ളിയാണത്. അവിടെ വെച്ച് പല കാര്യങ്ങളും, അഥവാ സാധാരണ സ്ഥലത്ത് നിഷിദ്ധമല്ലാത്ത പല കാര്യങ്ങളും അവിടെ എന്താണ്? ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെ ഷഹ്റുൽ ഹുറുമാത്ത് അല്ലെ, പവിത്രമായ മാസം എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു? ഷഹ്റുല്ലാഹിൽ ഹറാം എന്നൊക്കെ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ പവിത്രം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണ് എന്നൊരർത്ഥം കൂടിയുണ്ട്. എന്ത് നിഷിദ്ധം? യുദ്ധം നിഷിദ്ധമാണ്. പിന്നെ തിന്മകൾ ചെയ്യുന്നത് കൂടുതൽ എന്താണ്? മറ്റുള്ളതിനേക്കാൾ നിഷിദ്ധമാണ് എന്ന അർത്ഥവും ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ മാസത്തിൽ അള്ളാഹു യുദ്ധം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്.
4 നമ്മുടെ വർഷം ആരംഭിക്കുന്നത് ഹിജ്റ കലണ്ടർ പ്രകാരം വർഷം ആരംഭിക്കുന്നത് അൽ മുഹറം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ഒരുക്കങ്ങൾ നടത്തിയതും സഹാബിമാർ ഹിജ്റ പോയി തുടങ്ങിയതും മുഹറത്തിലാണ്. 6 അള്ളാഹുവിൻ്റെ മാസം എന്ന് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശേഷിപ്പിച്ചു. 7 ജാഹിലിയ കാലത്ത് തന്നെ ഈ ഒരു മാസത്തിന് അതുപോലെ തന്നെ മുഹറം 10 പ്രത്യേകമായി അവർ ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നു. 8 റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറമിലെ നോമ്പാണ് എന്ന് പറഞ്ഞത് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നമ്മെ അറിയിക്കുന്നു. ആദ്യമായി മുഹറത്തിലെ നോമ്പ് നമുക്ക് വിശ്വാസികൾക്ക് അന്ന് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. അതാണ് 10ാമത്തെ പോയിന്റ്. 11 ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കി നശിപ്പിക്കുകയും മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകാരെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിവസമാണ് മുഹറം 10. ഇനിയൊരു കാര്യം കൂടി, 12ാമത്തെ വിഷയം, മുഹറം 10 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ അത് കാരണമായി തീരുമെന്നാണ്. അല്ലേ? മുഹറം 10 നോമ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തിലെ പാപം പൊറുക്കാൻ അത് കാരണമായി തീരും. അഥവാ ചെറുപാപങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സിയാമു യൗമി ആശുറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അതുമൂലം പൊറുക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ ഒരു മുഹറം 10 പ്രത്യേകതയാണ്. 13ാമത്തെ കാര്യം, മുഹറം 9 നോമ്പ് ഉണ്ട്. ഈ ഒരു മാസത്തിൽ നമുക്ക് പ്രത്യേകമായി ചെയ്യാനുള്ള പ്രത്യേക ഇബാദത്തൊന്നുമില്ല. നോമ്പ് നോൽക്കുക, നമസ്കരിക്കുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ മുഹറമിന് പ്രത്യേകമായൊരു ഇബാദത്തോ ആചാരമോ ഇസ്ലാമിൽ ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.